ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ മെഡിക്കൽ കോളേജിൽ 606.46 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മാള നെയ്തക്കുടി പരനാട്ടുകുന്ന് പ്രദേശത്തെ ഉപ്പുവെള്ള ഭീഷണിയിലാകുന്ന ഫാമിന്റെ പ്രവർത്തനങ്ങൾ തടയുക, ബണ്ട് നിർമ്മാണം ഊർജിതമാക്കുക, കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചാലക്കുടി പുഴയുടെ വൈന്തല പ്രൊജക്ട് കടവ് ഞരളക്കടവ് ഭാഗത്തെ 1.58 കോടി രൂപയുടെ വലതുകര സംരക്ഷണ പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ മെഡിക്കൽ കോളേജിൽ 606.46 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 279.19 കോടി ചെലവഴിച്ചുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി ബ്ലോക്ക്, 285.54 കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, 36.73 കോടിയുടെ ഗവൺമെന്റ് ദന്തൽ കോളേജ് കെട്ടിടം രണ്ടാം ഘട്ട നിർമ്മാണം, 5 കോടിയുടെ ഐസൊലേഷൻ ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്ന അപൂർവ ശ്വാസകോശ ശസ്ത്രക്രിയ തികച്ചും സൗജന്യമായി നടത്തി ചികിത്സാ രംഗത്ത് പുതിയ ഒരു ചരിത്രം കൂടി തൃശൂർ മെഡിക്കൽ കോളേജ് കൈവരിച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളെ അഭിനന്ദിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ LIC ഹൗസിംഗ് ഫിനാൻസിന്റെ CSR ഫണ്ടിൽ നിന്നും ലഭ്യമാക്കിയ ആംബുലൻസും 25 ICU ബെഡുകളും LIC HFL റീജിയണൽ മാനേജർ PV ശശീന്ദ്രനിൽ നിന്നും മന്ത്രി K രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. തൃശൂർ മെഡിക്കൽ കോളേജിൽ 606.46 കോടിയുടെ നിർമ്മാണ പദ്ധതികളും 11.4 കോടിയുടെ പ്രവർത്തന പദ്ധതികളുമാണ് ഒരുങ്ങുന്നത്. 279.19 കോടി ചെലവഴിച്ചുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി ബ്ലോക്ക്, 285.45 കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, 36.73 കോടിയുടെ ഗവൺമെന്റ് ദന്തൽ കോളേജ് കെട്ടിടം രണ്ടാം ഘട്ട നിർമ്മാണം, 5 കോടിയുടെ ഐസൊലേഷൻ ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത്. തൃശൂരിലെ ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു അമ്മയും കുഞ്ഞും ആശുപത്രി ബ്ലോക്ക്. കിഫ്ബി പദ്ധതിയിലൂടെയാണ് സാധ്യമാക്കുന്നത്. 5 ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആശുപത്രി സമുച്ചയം 7 നിലകളായാണ് നിർമ്മിക്കുന്നത്. ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, നിയോനൈറ്റോളജി, പീഡിയാട്രിക് സർജറി എന്നീ വിഭാഗങ്ങളിലെ സേവനങ്ങൾ ഈ ആശുപത്രിയിലൂടെ നൽകും. സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾക്ക് മാത്രമായി 8 നിലകളുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് സാധ്യമാക്കുന്നത്. 300 സൂപ്പർ സ്പെഷ്യാലിറ്റി ബെഡുകൾ, 38 ഡയാലിസിസ് ബെഡുകൾ, 26 ICU ബെഡുകൾ, 28 ഐസൊലേഷൻ ബെഡുകൾ, 25 ഐസൊലേഷൻ റൂമുകൾ, OP റൂമുകൾ, 16 ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവയാണ് അനുബന്ധ സൗകര്യങ്ങളോടെ ഒരുക്കുന്നത്. ദന്തൽ കോളേജിന്റെ സർവോന്മുഖമായ വികസനത്തിന് ഉപകരിക്കുന്ന രീതിയിലാണ് ദന്തൽ കോളേജ് കെട്ടിടത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം നടത്തുന്നത്. പകർച്ചവ്യാധികളെ നേരിടുന്നതിനായാണ് ഐസൊലേഷൻ ബ്ലോക്ക് സജ്ജമാക്കുന്നത്. പാരാമെഡിക്കൽ എഡ്യൂക്കേഷൻ ബിൽഡിംഗ് വികസനം 2 കോടി, PG ക്വാർട്ടേഴ്സ് രണ്ടാം ഘട്ടം 3 കോടി, 500 KVA DG സെറ്റിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കൽ 68 ലക്ഷം, HD ക്യാമറ ഹെഡ് കൺട്രോൾ യൂണിറ്റ് വിത്ത് മെഡിക്കൽ മോണിറ്റർ, കോൾഡ് ലൈറ്റ് സോഴ്സ്, ടെലസ്കോപ്പ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് 32 ലക്ഷം, CM മൊബൈൽ ഇമേജ് ഇൻറ്റൻസിഫയർ സിസ്റ്റം 27 ലക്ഷം, വെന്റിലേറ്റർ ICU ഫോർ ട്രോമ ക്രിട്ടിക്കൽ കെയർ 53.1 ലക്ഷം, ഓഫീസ് നവീകരണം 20.42 ലക്ഷം, ക്രയോഫ്യൂജ് 40 ലക്ഷം, അൾട്രാസോണിക് കട്ടിംഗ് ആൻഡ് കൊയാഗുലേഷൻ വിത്ത് റേഡിയോ ഫ്രീക്വൻസി വെസൽ സീലിംഗ് സിസ്റ്റം 25.31 ലക്ഷം, ഡിജിറ്റൽ റേഡിയോഗ്രഫി സിസ്റ്റം മോഡൽ A 1.70 കോടി, CCTV 27 ലക്ഷം, ICU ആംബുലൻസ് 25 ലക്ഷം, ക്രിക്കറ്റ് ഗ്രൗണ്ട് നവീകരണം 15 ലക്ഷം എന്നിവയാണ് പ്രവർത്തന സജ്ജമാക്കുന്നത്. ചടങ്ങിൽ സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B ഷീബ പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ PN സുരേന്ദ്രൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, അവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിനി ടീച്ചർ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PV ബിജു, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലർ KK ശൈലജ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, GMCCH സൂപ്രണ്ട് ഡോക്ടർ ഷഹ്ന എ ഖാദർ,
കിഫ്ബി പ്രതിനിധി ഡോക്ടർ സി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം തൃശൂർ. ചാലക്കുടി പുഴയുടെ വൈന്തല പ്രൊജക്ട് കടവ് ഞരളക്കടവ് ഭാഗത്തെ 1.58 കോടി രൂപയുടെ വലതുകര സംരക്ഷണ പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുഴകളെ സജ്ജമാക്കുന്നതിനും കുടിവെള്ള ലഭ്യതയ്ക്ക് പ്രാധാന്യം നൽകിയും വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാടുകുറ്റി വില്ലേജിൽ വാർഡ് 1 പ്രൊജക്ട് കടവിനും ഞരളക്കടവിനും ഇടയിൽ 470 മീറ്റർ നീളത്തിൽ 4 മീറ്റർ ഉയരത്തിൽ കരിങ്കല്ല് കെട്ടിയാണ് സംരക്ഷണ പ്രവർത്തികൾ നടത്തുന്നത്. പുഴ ദിശ മാറി ഒഴുകുന്ന സ്ഥലമായതിനാൽ മഴക്കാലത്ത് സ്ഥിരമായി വെള്ളം കരയിലേക്ക് ഇരച്ചു കയറുന്നത് കാരണം നേരിടുന്ന മണ്ണിടിച്ചിൽ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. പാളയംപറമ്പ് മനപ്പടി റോഡിലെ പുഴയോരത്തിന് സമീപം നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ SK രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരൂമഠത്തിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, വാർഡ് അംഗം KC മനോജ്, ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ R പ്രിയേഷ്, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം ചാലക്കുടി. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. താപനില ഉയരുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും കൂടിയേക്കും. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വന്യമൃഗങ്ങളെ നിയന്ത്രിച്ച് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 21-ന് അതിരപ്പിള്ളിയിൽ ജനകീയ കൂട്ടായ്മയും പ്രതിഷേധ ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാട്ടാനയുടെ ആക്രമണം മൂലം ആദിവാസികളടക്കമുള്ളവർക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യാതൊരു പ്രായോഗിക നടപടികളും എടുക്കുന്നില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി. നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിലേക്ക് വാർത്ത നമ്മൾ വളരെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നൊരു സംഭവമാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 1,00,000-ൽ പരം പേർക്കാണ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അതിൽ 1750 പരം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് അവർക്ക് ചികിത്സയിലാണ്. മാത്രമല്ല 900-ൽ പരം ആളുകൾ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടു. 5 ലക്ഷത്തോളം ഏക്കർ ഭൂമി, വനഭൂമി കഴിഞ്ഞ 8 വർഷത്തിന്റെ ഉള്ളിൽ വനവിസ്തൃതി കൂട്ടി എന്ന് വനംവകുപ്പ് കൂട്ടിയെടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ സ്റ്റേറ്റിന്റെയും വനവിസ്തൃതി ആവറേജ് കണക്കാക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിന്റെയും 20% ആണ്. കേരളത്തിൽ അത് ഏകദേശം 30% ആണ് വനവിസ്തൃതി കേരളത്തിൽ. ഇതാണ് കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നത് 1922 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വന്നിട്ടുണ്ട്. അത് അഗേൻസ്റ്റ് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാണ് അത് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശം വന്യമൃഗങ്ങളുടെ തടയാന്നുള്ളതാണ്. പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മനുഷ്യന്റെ വംശനാശം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി നാട്ടിൽ നടന്നത്. മാള നെയ്തക്കുടി പരനാട്ടുകുന്ന് പ്രദേശത്തെ ഉപ്പുവെള്ള ഭീഷണിയിലാക്കുന്ന കിരിയാന്തൻ ഫാമിന്റെ പ്രവർത്തനങ്ങൾ തടയുക, ബണ്ട് നിർമ്മാണം ഊർജിതമാക്കുക, കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A അഷ്റഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നെയ്തക്കുടി, പരനാട്ടുകുന്ന്, മാള പ്രദേശങ്ങളിൽ ഉപ്പുവെള്ള ഭീഷണി ഉയർത്തുന്ന കിരിയാന്തൻ കമ്പനിയുടെ പ്രോജക്റ്റ് നിർത്തിവെക്കണമെന്നുള്ളൊരാവശ്യമാണ് നമ്മൾ മുന്നിട്ട് വെച്ചിട്ടുള്ളത്. ഞാനത് തിരുത്താൻ ശ്രമിക്കുകയാണ്. ഉപ്പുവെള്ള ഭീഷണിയെ അതിജീവിക്കലല്ല, സ്വതവേ നെയ്തുകുടിക്കാർ ഉപ്പുവെള്ള ഭീഷണി തന്നെയാണ്, ഇല്ലേ? നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ഉപ്പുവെള്ള ഭീഷണി ഉള്ള പ്രദേശമാണ് നെയ്തക്കുടി പ്രദേശം. ഞാനത് തിരുത്തുന്നത്
ഈ കിരിയാന്തൻ പദ്ധതി വരുന്നതിലൂടെ ഒരു പ്രദേശമാകമാനം താമസിക്കുന്ന ജനവിഭാഗത്തെ ഉപ്പുവെള്ള കിണറ്റിലേക്ക് തള്ളിയിടരുത് എന്നാണ് നമ്മുടെ ആവശ്യം. കിണറ്റിലിറക്കരുത് എന്നാണ്. സോയി കോലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. VS ഗോപാലകൃഷ്ണൻ, OJ ജിനേഷ്, NS പ്രകാശൻ, ശോഭന ഗോകുൽനാഥ്, TK ജിനേഷ്, അബ്ദുൾ ഖാദർ, VC രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ കരിനിയമങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. സംയുക്ത ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂതനയുടെ വേഷവുമായി തൃശൂർ നഗരത്തിൽ പ്രകടനം നടത്തി. സമരപൂതന എന്ന പേരിൽ അയ്യന്തോൾ ചുങ്കത്ത് നിന്നാരംഭിച്ച പ്രകടനം കളക്ടറേറ്റിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ കൗൺസിലർ CP പോളി ഉദ്ഘാടനം ചെയ്തു. പൈപ്പിൻ ജോർജ് പ്രതീകാത്മകമായി പൂതനയുടെ വേഷമിട്ടു. BJP വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുമാത്രയിൽ ജനസേവാ സദസ്സ് സംഘടിപ്പിച്ചു. കർഷക മോർച്ച തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് AP ശശി മേനോൻ ഉദ്ഘാടനം ചെയ്തു. BJP കോണത്തുകുന്ന് ഏരിയ പ്രസിഡന്റ് പ്രശോഭ് പുതുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സോമൻ കുറ്റിപ്പറമ്പിൽ, BJP വെള്ളാങ്കല്ലൂർ ഏരിയ പ്രസിഡന്റ് പ്രിയ പത്മനാഭൻ, ശിവലാൽ എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ച് നിത്യ P, അനു ജോൺ എന്നിവരും കിസാൻ സമ്മാന നിധി, ആയുഷ്മാൻ, PM വിശ്വകർമ്മ എന്നീ സംവിധാനങ്ങളെക്കുറിച്ച് മനോജ് കുമാറും ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം അംഗത്വം എടുക്കുന്നതിനെക്കുറിച്ചും കുടുംബമിത്രം പദ്ധതി എന്നിവയെക്കുറിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ ജീവൻ നാലുമാക്കൽ എന്നിവർ വിശദീകരിച്ചു. ജിതിൻ, ഹരി, സലേഷ്, മവീഷ്, ജ്യോതിഷ്, മോഹനൻ തങ്കപ്പൻ, സിജിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച CAA വിഭജന നിയമത്തിനെതിരെ വെൽഫെയർ പാർട്ടി മാള ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗം TK അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി മാള പഞ്ചായത്ത് പ്രസിഡന്റ് DK അബ്ദുൾ ഖാദർ, VS നാസർ, PK മനാഫ്, അമീർ ഷാ, അഫ്നാൻ പുത്തഞ്ചിറ, VS ജമാൽ, നാസർ സാംബ്രിയേക്കൽ, ഷെഫീഖ് ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്ത് നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കരുപടനയിൽ നടന്ന പ്രതിഷേധം ജില്ലാ സെക്രട്ടറി മനാഫ് AK ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ സങ്കല്പത്തെ നശിപ്പിക്കുന്നതും വർഗീയ വിഭജനം വഴി രാജ്യത്തിന്റെ പൈതൃകത്തെ നിഷേധിക്കുന്നതുമായ ഭരണഘടനാ ഭേദഗതിക്കെതിരെ പൗരസമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് റിയാസ് ഏർവാടി, സെക്രട്ടറി ഫൈസൽ KK, ഷെഫീഖ് ചാപ്പാറ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ DYFI മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ധനുഷ് കുമാർ C, അക്ഷയ് IS, രാഹുൽ TA, PV ബിനു, SFI ഏരിയ സെക്രട്ടറി സാലിഹ് ഫസലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെ രണ്ടാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. E.T. ടൈസൺ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സല്യൂട്ട് സ്വീകരിച്ചു. കേഡറ്റുകൾക്കുള്ള ഉപഹാരവും MLA നൽകി. CPO ബിജു മോഹൻ ബാബു, ACPO VS നീതു, DI KR ഗിരീഷ് എന്നിവർ പരേഡിന് നേതൃത്വം നൽകി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, PTA പ്രസിഡന്റ് BK ജ്യോതി പ്രകാശ്, പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാന അധ്യാപകൻ KS കിരൺ, SPC ADN O ജോയ്, MPTA പ്രസിഡന്റ് പ്രീതി നിജേഷ്, SPC PTA പ്രസിഡന്റ് ഷാരി സന്തോഷ്, AV പ്രദീപ് ലാൽ, KM അനിൽകുമാർ, KS ഷീജ, BB സജിത്, KS ബിന്ദു തുടങ്ങിയവർ സംബന്ധിച്ചു. പറവൂർ നഗരസഭ വർണ്ണോത്സവ് എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ MJ രാജു ഉദ്ഘാടനം ചെയ്തു. പറവൂരിലെ 2 ബഡ്സ് സ്കൂളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി 200ഓളം കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ ഫെയും മാസ്റ്റർ ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്തറ അധ്യക്ഷനായി.
കൗൺസിലർമാരായ VA പ്രഭാവതി, ഗീത ബാബു, ബഡ്സ് സ്കൂൾ അധ്യാപിക സിമി മോഹൻ, കോത്തലം ഗോ വെക്കേഷണൽ പ്രിൻസിപ്പൽ ഫാദർ ഷൈജു, കോത്തലംഗോ ബ്രദേഴ്സ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി, ICDCS സൂപ്പർവൈസർ VD രജനി എന്നിവർ സംസാരിച്ചു. മത്സര വിജയികൾക്ക് ശ്രീഹരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂളിൽ 96ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക VB രേണുകയ്ക്ക് യാത്രയയപ്പ് നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ PR സജീവ് എൻഡോമെന്റ് വിതരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, പ്രധാന അധ്യാപിക CT സംഗീത, പഞ്ചായത്ത് അംഗം സ്നേഹദത്ത്, PTA പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറേക്കുട്ട്, MPTA പ്രസിഡന്റ് അമൃത അനീഷ്, അധ്യാപക പ്രതിനിധി KD രശ്മി, SRG കൺവീനർ KN പ്രിയ, TB വിനോദ്, ചന്ദ്രിമ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തിനോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം തുടങ്ങി. സമ്പൂർണ്ണ നെയ്വിളക്കിൽ ഭാഗഭാക്കാവുന്നതിനുള്ള നെയ് സമർപ്പണത്തിൽ രാവിലെ 8 മണി മുതൽ വിവിധ ദേശങ്ങളിലുള്ള 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര നടപ്പുരയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഓട്ടുചരക്കിലാണ് ഭക്തർ കൂട്ടമായി നെയ് സമർപ്പിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, അംഗങ്ങളായ MB മുരളീധരൻ, പ്രേംരാജ് ചുണ്ടാലത്ത്, കമ്മീഷണർ C അനിൽകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ എന്നിവരും ശാസ്താവിന് നെയ് സമർപ്പിച്ചു. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ആനയൂട്ട്, കാഴ്ചശീവേലി, ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാർ നയിച്ച പാണ്ടിമേളം, നിറമാല, ചുറ്റുവിളക്ക്, വിവിധ ദേശക്കാരുടെ താലി സമർപ്പണം, രാത്രി 12-ന് കണ്ണമ്പുഴ കാവിലമ്മയുടെ അശ്വതിരാവ് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിലങ്ങൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ CS സുമേഷ്, ഹെഡ് മിസ്ട്രസ് ഷൈനി ആൻഡോ, SMC ചെയർമാൻ VB ഷാലി, MPTA പ്രസിഡന്റ് ജിൻസി സമീർ, OS ഷൈൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ മെഡിക്കൽ കോളേജിൽ 66.46 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മാള നെയ്തക്കുടി പരനാട്ടുകുന്ന് പ്രദേശത്തെ ഉപ്പുവെള്ള ഭീഷണിയിലാകുന്ന ഫാമിന്റെ പ്രവർത്തനങ്ങൾ തടയുക, ബണ്ട് നിർമ്മാണം ഊർജിതമാക്കുക, കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചാലക്കുടി പുഴയുടെ വൈന്തല പ്രൊജക്ട് കടവ് ഞെറളക്കടവ് ഭാഗത്തെ 1.58 കോടി രൂപയുടെ വലതുകര സംരക്ഷണ പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.